എന്നതാടി നമുക്ക് മസിനഗുഡി വഴി ഊട്ടിക്ക് വിട്ടാലോ? മസിനഗുഡി വഴി ഊട്ടിക്കാൻ എന്റെ പൈസ ഒന്നുമില്ല, ഒന്ന് പോയാ നീ. എന്നാ നമുക്ക് നേരെ മസിനഗുഡിക്ക് വിട്ടാലോ? ഇപ്പൊ അതാണല്ലോ ട്രെൻഡ്. മസിനഗുഡിക്കോ? സമയം എത്രയെന്നും പറഞ്ഞോണ്ടാ? നീ ഒന്നും പറയണ്ട, എനിക്ക് നമുക്ക് നേരെ ബാക്ക് ചെയ്യുന്നു, വണ്ടി എടുക്കുന്നു, പോകുന്നു. ഓ ശരി, എന്നാ പിന്നെ വാ പോവാ. അതെ സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ വണ്ടി എടുത്തതാ നേരെ പോന്നു മസിനഗുഡിക്ക്. ഊട്ടി വരെ പോകാനായിട്ട് നമ്മുടെ കയ്യിൽ ഇല്ലപ്പാ. അപ്പൊ നമ്മൾ എന്തെങ്കിലും മസിനഗുഡി വരെ ഒന്ന് പോയി കണ്ടാസ്വദിച്ചിട്ട് തിരിച്ചു വരാൻ ഞങ്ങൾ പ്ലാൻ ഇട്ടു. പിന്നെ ഒന്നും നോക്കിയില്ല, വണ്ടി എടുത്ത് നമ്മളിതാ ബാംഗ്ലൂരിൽ നിന്ന് നമ്മുടെ യാത്ര തിരിച്ചിട്ടുണ്ട്. എന്തായാലും മസിനഗുഡിക്കല്ലേ, അടിച്ച് പൊള്ളിച്ചങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു. അങ്ങനെ പൊക്കോണ്ടിരിക്കും ഞങ്ങൾക്ക് അങ്ങ് വിശക്കാൻ വേണ്ടി ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ കയറി നല്ല അടിപൊളി പൊങ്കൽ ഓർഡർ ചെയ്തു. പിന്നെ പൊങ്കലിന്റെ കൂടെ തന്നെ ഞങ്ങൾ എല്ലാവരും വെജ് റെസ്റ്റോറൻറ്റാണ് കിട്ടിയത്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ കുറച്ച് മസാല ദോശയിലും നെയ്റോസ്റ്റിലും ഒക്കെയാണ് ഞങ്ങളുടെ കാര്യം അങ്ങ് ഒതുക്കി. അങ്ങനെ തീറ്റയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇതാ വണ്ടി എടുത്ത് വീണ്ടും ഞങ്ങളുടെ യാത്ര മസിനഗുഡിയിലേക്ക് നോക്കി ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അതേ വഴി കൂടെ കുറെ ആട്ടിൻകുട്ടികളായിട്ട് രണ്ട് ചേട്ടന്മാർ പോണു. എനിക്ക് പിന്നെ ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനത്തെ തമിഴ്നാട് എത്താറാകുമ്പോഴാണ് ഇങ്ങനത്തെ കുറെ അടിപൊളി സീനൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കാണുന്നത്. അങ്ങനെ പോയി നമ്മൾ അവസാനം ബന്ദിപ്പൂർ വരെ എത്തി ഗൂയിസ്. ബന്ദിപ്പൂർ എന്നല്ലേ ഇത് നോക്കട്ടെ, അതെ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് വരെ എത്തി. ഇവിടെയാണോ നമുക്ക് ഇറങ്ങേണ്ടത്? അല്ല. അപ്പൊ നമ്മൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവിൽ എൻ്റർ ചെയ്തപ്പോൾ തന്നെ എല്ലാ സൈഡിലും കുറേ മാൻകൂട്ടങ്ങൾ, നമ്മൾ എങ്ങോട്ട് നോക്കിയാലും മാൻകൂട്ടങ്ങളെ മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ മാൻകൂട്ടങ്ങളെയൊക്കെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര മുമ്പോട്ട് തിരിക്കുകയാണ് ഗൈസ്. ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് പോലും അറിയില്ല. കോട്ടേജസോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷെ കാടിന്റെ നടുക്കായതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള സ്പെഷ്യാലിറ്റീസും ഇതിനൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ക്യൂട്ടായിരുന്നു സത്യം പറയാം. നമ്മൾ പോയി ഈച്ച് ആൻഡ് എവറി പ്ലേസ് വാസ് വെരി 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 പ്രിറ്റി ആൻഡ് സോ 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 ക്യൂട്ട്. പോകുന്ന വഴിക്ക് ഞാനൊരു കുരങ്ങക്കുട്ടനെയും കണ്ടു. പാവന്ത് ക്യൂട്ടല്ലേ ഇരിക്കുന്നതാണ്, മരത്തിന്റെ മണ്ടിൽ ഇങ്ങനെ ചാഞ്ഞിരിക്കുന്നല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ജീവിയാണ് കുരങ്ങ്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ അമ്മ എന്നെ എപ്പോഴും അത് പറഞ്ഞ് കളിയാക്കും. എനിക്ക് കുരങ്ങ്, ആന ഈ വക ജീവികളോടാണ് കമ്പം കൂടുതൽ. ഞങ്ങൾ ആനക്കുട്ടീനെ കാണുമെന്ന് പ്രതീക്ഷിച്ചാണ് സത്യം പറഞ്ഞാൽ പോയത്, പക്ഷെ കാണാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ പോയി അവസാനം ഞങ്ങളിതാ നീലഗിരി ഡിസ്ട്രിക്ട് ബോർഡ് വരെ എത്തി. നല്ല ഭംഗിയുള്ള ഒരു പാലം അല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ പോകുന്ന വഴിക്ക് നല്ല ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. ഞങ്ങൾ വിചാരിച്ച മഴ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അങ്ങനെ മാറും. പക്ഷേ ഇല്ല ഗൈസ്, മഴ ഞങ്ങളെ ശരിക്കും ചതിച്ചു. നല്ല പെരുമഴയായി പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ. പോകുന്ന വഴിക്ക് നല്ലൊരു അടിപൊളി മാൻകൂട്ടത്തിനെ വീണ്ടും കണ്ടു കേട്ടോ. സത്യം പറയണ ഈ യാത്രയിൽ ഞങ്ങൾ മാനിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞങ്ങൾ പോകുന്ന എല്ലാ സ്ഥലത്തും ഞങ്ങൾ മാനിനെ കണ്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. മാന്, കുരങ്ങ്, മയില് ഈ സാധനത്തെ നമ്മൾ കുറേ കണ്ടിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വൈബ് തരുന്നത് എന്താണെന്നറിയോ? അതിതാണ് ഗൈസ്. നിങ്ങൾക്കിപ്പോൾ ഈ സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും. വേറൊന്നുമല്ല, നല്ല അടിപൊളി പെരും മഴ. ആ മഴയുടെ സൗണ്ടും ആസ്വദിച്ച് നമ്മളിങ്ങനെ കാറിലിരുന്ന് പോകുമ്പോൾ ഒരു പ്രത്യേക സുഖം. ഉള്ളിലൊക്കെ എന്തോ ഒരു പ്രത്യേക കുളിര, അടിമയറ്റിൽ മഞ്ഞ് വീണ അവസ്ഥയാണ് സത്യം പറഞ്ഞത്. ഇപ്പോൾ മസിനഗുഡി എൻ്റർ ചെയ്തു. അപ്പം ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി. ഒരു ചെറിയ സെറ്റപ്പ് ഉണ്ട് ഇവിടെ ചായ കുടിക്കാൻ. അങ്ങനെ മഴയും ആസ്വദിച്ച് ചായയും കുടിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര വീണ്ടും തുടങ്ങി. ബിക്കോസ് നമുക്ക് പോകേണ്ട ഡെസ്റ്റിനേഷൻ ഇതുവരെ എത്തിയില്ലേ. ആ പ്ലേസിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ഞാൻ കുറേ നേരമായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് സത്യം പറയുകയാണെങ്കിൽ. ഇതെനിക്ക് തോന്നുന്നു കാട്ടിലെ ആനയൊക്കെ വന്ന് വെള്ളം കുടിക്കുന്ന ചെറിയൊരു അരുവിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. But I swear to God, this was the most prettiest journey that I have ever been in my 21 years of life. അത്രയ്ക്കും പ്രിട്ടി ആയിരുന്നു. ബിക്കോസ് എനിക്കിങ്ങനെ കാട്ടിക്കൂടെ പോകുന്ന ഈ പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള. ഞാൻ സൂം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ഒരു മയിലിനെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ആക്ച്വലി അവിടെ ഒരു മയിൽക്കുട്ടി ഇരിപ്പുണ്ട്. നമ്മൾ ഇനി മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് മയിലിനെ കാണാൻ പറ്റുമോ ഇല്ലയോ നമുക്ക് നോക്കാം. ഭാഗ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ മയിലിനെ കിട്ടും. ഈ ചിന്തയോട് മുമ്പോട്ട് പോയപ്പോൾ ദാണ്ടടാ റോഡിന് നടുക്ക് തന്നെ ഒരു മയില് നിൽക്കണം. ഷീ ലുക്ക് സോ 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 പ്രിട്ടി. ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ പൊക്കോണ്ടേയിരിക്കുമ്പോ കാട്ടിൽ കാട്ടുപോത്തിനെ കണ്ടില്ലെങ്കിൽ പിന്നെ എന്ത് രസമാണ് ഗൈസ് കിട്ടുക. അങ്ങനെ നമ്മൾ കുറച്ച് കാട്ടുപോത്തിനെയും പോണ വഴിക്ക് കണ്ടിരുന്നു.
പിന്നെ ദാ എൻ്റെ ഫേവറേറ്റ് പുള്ളിമാൻ. ഈ മാൻ ഭയങ്കര ഹാൻസം ആയിരുന്നു കേട്ടോ കാണാൻ. ആൻഡ് ഐ വാണ്ടഡ് ഹിം ടു റൺ. അത് കാരണം അവൻ ഓടുന്ന വീഡിയോസ് പിടിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് വണ്ടി വേഗം വിടുന്നു പറഞ്ഞിരിക്കുകയായിരുന്നു. നമ്മൾ വീണ്ടും കുറച്ച് ചെമ്മരിയാട്ടുകളെ കണ്ടിട്ട് ഒരു ചെറിയ വില്ലേജ് പോലത്തെ ഒരു സ്ഥലത്തെത്തി. അത് മസനഗുഡിയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. അതെ, മസനഗുഡി തന്നെയാണ് ഗുയ്സ്. അപ്പോഴേക്കും നമ്മൾ പോകേണ്ട സ്ഥലത്ത് നിന്നുള്ള ആൾക്കാർ നമ്മളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. ആ ഫ്രണ്ടിൽ അവർ ബൈക്കിൽ പോകുന്നുണ്ട്. ബിക്കോസ് നമുക്ക് വഴി കറക്റ്റായിട്ട് അറിയില്ലായിരുന്നു. നെറ്റ്വർക്ക് ഇഷ്യൂസും അവിടെ ചെന്നപ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബൈക്കിനെ ഫോളോ ചെയ്ത് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ധൃതി പിടിച്ച് പൊക്കോണ്ടിരിക്കുന്നുണ്ടായാലും ഒരു നാട്ടിലെ കോഴിയാണോ വീട്ടിലെ കോഴിയാണോ വന്നിട്ട് വട്ടം ചാടി ഗൈസ്. യെസ്, ഫൈനലി നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തി, വിച്ച് ഈസ് ലവ്ലി. നമ്മൾ ഈ സ്ഥലത്തോട്ട് വരാനാണ് മെയിനായിട്ട് ബാംഗ്ലൂരിൽ നിന്ന് ആക്രാന്തം പിടിച്ച് ഭയങ്കര എൻജോയബിൾ ആയിട്ട് വന്നത്. ദിസ് ഈസ് നത്തിങ് എൽസ്. ഒരു സൂപ്പർബ് റിസോർട്ടാണിത്. നമ്മളവിടെ ചെന്നപ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയൊരു വൈബുണ്ട്. ദാറ്റ് വാസ് സോ പ്രിട്ടി. ഞാൻ വിചാരിച്ചു എൻ്റെ ദൈവം എനിക്കിവിടെ സ്ഥിരതാമസാക്കിയാൽ മതി എന്നുള്ളൊരു ഫീൽ ആയിപ്പോയി. കാര്യം ചുറ്റും ഗ്രീനറി, മൊത്തം ഗ്രീനറി. എൻ്റെ പുറയിലാണെങ്കിൽ വലിയൊരു കുന്നും, ആ കുന്നിൽ നിറച്ച് മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട് ദിസ് പ്ലേസ് ലുക്ക് ആബ്സല്യൂട്ട്ലി മെസ്മറൈസിങ്. എനിക്ക് അതല്ലാണ്ട് വേറെ ഒരു വേർഡ്സും ഇല്ല ഈ പ്ലേസിനെ ഡിസ്ക്രൈബ് ചെയ്യാം. നമ്മുടെ റിസോർട്ടിൽ വന്നിട്ട് അടിപൊളി മഴ, പാർക്ക്. റിസോർട്ടിന്റെ വാതിക്കൽ വണ്ടി പാർക്ക് ചെയ്തത് എനിക്കുള്ളൂ. ഞാൻ ഓടിച്ചെന്നു എൻ്റെ ബെഡ്റൂം കാണാനായിട്ട്. ഓ മൈ ഗോഡ്, നല്ല അടിപൊളിയായിട്ടുള്ള വെൽ അറേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ആയിരുന്നു. വാഷ്റൂം ഒക്കെ ഇങ്ങനെ തിളങ്ങി കിടക്കുകയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ക്യൂട്ടായിരുന്നു സത്യം പറഞ്ഞാൽ കാണാനായിട്ട്. ഇനി എൻ്റെ കുറച്ച് പ്രഹസനം എന്നെ കാണിച്ചില്ലെങ്കിൽ എനിക്ക് സ്വൈര്യം കിട്ടില്ലേ. എത്തിയതിൻ്റെ സന്തോഷമാണ്. അങ്ങനെ നമ്മൾ ചായ ഇല്ല, അതൊന്നുമില്ല, തണുപ്പത്ത്. അങ്ങനെ ചായയും ക്യാരംസ് കളിയും ഒക്കെ ആയിട്ട് ഞങ്ങൾ കുറേ നേരം അവിടെ അങ്ങ് അടിച്ച് പൊള്ളിച്ചു. ഇതാണ് സത്യം പറഞ്ഞാൽ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ റിസപ്ഷൻ പോലത്തെ സെഷൻ. ആ വലിയ ടേബിളിലിരുന്നാട്ടോ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചത്. ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. ഫുഡിന്റെ വീഡിയോ ഞാൻ എടുക്കാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയിട്ടാ. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇവിടെ റിസോർട്ടിലൊക്കെ വന്ന് അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഡ്രസ്സൊന്ന് മാറ്റി, കാര്യം നല്ല തണുപ്പ്. അപ്പോൾ നമ്മൾ ക്യാരംസ് കളിയൊക്കെ കഴിഞ്ഞ് നമ്മളിനി എന്ത് ചെയ്യാൻ പോവാം. അവരവിടെ പുറത്തെന്തോ കളിക്കുന്നുണ്ട്, എന്താണെന്ന് എനിക്കും അറിയില്ല. ഒച്ചമാളം കേൾക്കുന്നുണ്ടായിരിക്കും. TNT കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചെന്ന് കാണാം കളിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ എന്താ വെളുപ്പിനെ എണീറ്റു. വെളുപ്പിനെ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇപ്പം. ആൻഡ് സച്ച് അമേസിങ് ക്ലൈമറ്റ്. ഞാൻ രാവിലെ എണീച്ച് ഒരു ചായയൊക്കെ പിടിച്ചിട്ട് ഇരിപ്പുണ്ട്. സച്ച് അമേസിങ് ക്ലൈമറ്റ്. അടിപൊളി ക്ലൈമറ്റ്. പിന്നെ നല്ല വൈബാണ്, നല്ല സുഖമാണ് ഇരിക്കാൻ. അറിഞ്ഞെണീറ്റ വോയിസ് ആട്ടോ, സോ ജസ്റ്റ് മൈൻഡ്. നല്ല രസമുണ്ട്. ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് വെക്കേഷന് വരാൻ പറ്റിയ സ്ഥലമാണ്. സോ ദിസ് ഈസ് സോ ബ്യൂട്ടിഫുൾ ആൻഡ് സോ പ്രിറ്റി, സോ പീസ്ഫുൾ. മൈൻഡ് സ്ട്രെസ് ഔട്ട് ചെയ്യാൻ പറ്റുന്നൊരു പ്ലേസാണ്. നമ്മൾ വന്ന റിസോർട്ടിൻ്റെ പേരാണ് ലബ്ധി റിസോർട്ട്സ്. ആൻഡ് ദർ എന്താ പറയുക, ഇവരുടെ എല്ലാ കലാപരിപാടികളും ഇസ് അമേസിങ് എന്ന് പറഞ്ഞാൽ അമേസിങ്. നോ വേർഡ്സ്. കണ്ടില്ല റിസോർട്ടിൻ്റെ അവസ്ഥ. അങ്ങനെ റിസോർട്ടിലെ ചായ കുടിയും പരിപാടിയും അങ്ങനത്തെ മോർണിംഗ് റുട്ടീൻസ് എല്ലാം കഴിച്ച് നമ്മൾ വണ്ടി എടുത്ത് നമ്മൾ വീണ്ടും തിരിച്ചു പോകാനായിട്ട് തിരിച്ചിരിക്കുകയാണ്. ഇപ്രാവശ്യം നമ്മൾ വിചാരിച്ചു ഇവിടെ വരെ വന്നല്ലേ, എന്നാൽ പിന്നെ നമുക്ക് സഫാരിയും കൂടെ കണ്ടിട്ട് അങ്ങ് പോവാന്ന്. അങ്ങനെ ഞങ്ങൾ സഫാരിക്ക് വേണ്ടിയിട്ട് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാട്ടോ. സഫാരിക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ ആണെങ്കിൽ നമ്മൾ കുറച്ചേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് മെല്ലെ ഇൻസൈഡ് ഫോറസ്റ്റ് കൂടെ പോയി ഉള്ളിലുള്ള കാടും കൂടെ ആസ്വദിച്ച് വരാമെന്ന് വിചാരിച്ചു. ആ ടൈമിൽ ഞങ്ങൾ നോക്കുമ്പോഴല്ലോ സൈഡിൽ നല്ലൊരു അങ്ങനെ നമ്മൾ ഈ വെള്ളച്ചാട്ടം കണ്ടപ്പോഴത്തേക്ക് നേരെ വെള്ളത്തിൻ്റെ അടുത്ത് ഒരു കുറച്ച് നേരം കാലത്തിൽ മുത്തേക്ക് കുറേ ഇരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഇപ്പുറത്തെ സൈഡിലോട്ട് നോക്കിയപ്പോൾ ഗൈസ് ഒരു ബോർഡ് കണ്ടത്. അവിടെ മുതലകൾ വരുന്ന കുളമായിരുന്നു. ഞങ്ങൾ അവിടെയും പോയിരുന്നു.
നമ്മൾ ബസ്സാണ് കേട്ടോ ഗൈസ് ചൂസ് ചെയ്തത്. അവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ബസ് ഉണ്ടായിരുന്നു, ജീപ്പ് ഉണ്ടായിരുന്നു, അങ്ങനെ പല സെറ്റപ്പ് ഉണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചാൽ പറഞ്ഞാൽ നമുക്ക് ബസ്സിൽ പോവാന്ന്. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി നമ്മുടെ അടിപൊളി യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ കാണാൻ പോയി സൈഡിൽ കൂടെ ജീപ്പ് എടുത്തിട്ട് പോകുന്ന ആൾക്കാർ, അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ ആ യാത്ര. പക്ഷെ അതിന് റേറ്റ് കൂടുതലാണ് നമ്മൾ കേട്ടു. നമ്മൾ പണ്ടേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണല്ലോ. ഇപ്പൊ നമ്മൾ വീണ്ടും കുറെ മാൻകുട്ടികളെ കണ്ടു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എപ്പം മസനഗുഡിയിലോട്ട് വന്നു അപ്പൊ തൊട്ട് മാനുകൾ എന്റെ പുറകേന്ന് പോയിട്ടില്ല. ഫുൾ മാൻകൂട്ടങ്ങളായിരുന്നു. സോ പ്രിട്ടി. ഈ കാട്ടിനകത്തൂടെ പോകുന്ന തന്നെ ഭയങ്കര ഫീലുള്ള പരിപാടിയല്ലേ. ഞങ്ങൾ പിന്നെ ഒന്നും നോക്കിയില്ല. ഞങ്ങൾ ഈ ഉൾക്കാടുകളുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ ഇങ്ങനെ പോകണം. ഈ മാനുകൾ എന്റെ പുറകിൽ പോയില്ല ഗൈസ്. ഇവിടെ ചെന്നാലും മാനായിരുന്നു. മാനിനെ കണ്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾ മടുത്തു. ഒരു ആനക്കുട്ടീനെ കണ്ടാൽ മതി എന്നുള്ളൊരു ഫീലായിരുന്നു ഞങ്ങൾ പൊക്കോണ്ടിരുന്നു. ഞങ്ങളുടെ മുമ്പിൽ ആ ജീപ്പ് പോകുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ തന്നെ പൊക്കോണ്ടിരിക്കുമ്പോഴത്തേക്കിനും ദ ക്ലെവറസ്റ്റ് ആനിമൽ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഫോക്സ്, അങ്ങനെ 2 ഫോക്സിനെ ഞങ്ങൾ കണ്ടു. അവിടെ ഒരാൾ നിപ്പുണ്ട്, ഇപ്പുറത്തെ സൈഡിൽ വേറൊരാൾ നിപ്പുണ്ടായിരുന്നു. അവര് തീറ്റ തപ്പി നടക്കുവാണോ എന്ത് ചെയ്യാണോ എനിക്കറിയില്ല. അവരെന്തായാലും ഇങ്ങനെ നമ്മളെ ശല്യം ചെയ്യാതെ നമ്മൾ അവരെ ശല്യം ചെയ്തില്ല, അവർ നമ്മളെ ശല്യം ചെയ്താൽ മെല്ലെ അവരിങ്ങനെ കണ്ടു അങ്ങ് പോയി. ഭയങ്കര പ്രിട്ടിയായിരുന്നു കേട്ടോ കാണാൻ. ഐ ഹാവ് നോ വേർഡ്സ് ടു സേ. അങ്ങനെ ഇത്രയും നേരം ആനക്കുട്ടന്മാരെ കണ്ടില്ലല്ലോ എന്നുള്ള വിഷമം പിടിച്ച് ഞാനിരിക്കുമ്പോൾ അതാ നമ്മുടെ മുമ്പിൽ കുറച്ച് ആനക്കുട്ടന്മാരെ കിട്ടി. പിന്നെ ഒന്നും പറയണ്ട, എൻ്റെ ദൈവമേ, എൻ്റെ മനസ്സങ്ങ് നിറഞ്ഞു. ഞാൻ കാട്ടിപ്പോയിട്ട് എനിക്ക് ആനക്കുട്ടന്മാരെ കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമാട്ടോ. ബിക്കോസ് ദോസ് ആർ മൈ ഫേവറേറ്റ് ആനിമൽസ്. പറയാതിരിക്കാൻ വയ്യ. ഗൈസ് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് എനിക്ക് വീണ്ടും 2 ആനക്കുട്ടന്മാരെ കിട്ടി. ഒരു ആനയുടെ അമ്മയും ഒരു കുട്ടിയാനയും. അവർ രണ്ടും കൂടെ അവിടെ നിന്ന് ഫുഡ് കഴിക്കുകയാണ്. എന്ത് രസമല്ല കാണാൻ. ഇവരെ കാണുമ്പോഴും ഒരു ഭയങ്കര എടുപ്പും ഭംഗിയൊക്കെയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ കണ്ട് ആസ്വദിക്കും. ആനക്കുട്ടന്മാരെ കണ്ടിട്ട് നമ്മൾ കുരങ്ങച്ചന്മാരെ കണ്ടില്ലെങ്കിൽ പിന്നെ നമുക്കൊരു സന്തോഷം കംപ്ലീറ്റ് ആവുമോ? ഇല്ലല്ലോ. അങ്ങനെ നമ്മൾ കുരങ്ങന്മാരെ അവസാനം പൊക്കോണ്ടിരിക്കുന്ന വഴിയിൽ എല്ലാരെയും കൂട്ടമായിട്ട് അവിടെ ഇരിക്കുന്നതെന്ന് കണ്ടു. ആഹാ, അടിപൊളി. എന്തൊരു ഭംഗിയല്ലേ കാണാൻ. വാലൊക്കെ പൊക്കി വളയ്ക്കാൻ നടക്കുന്നതൊക്കെ എന്ത് ക്യൂട്ടാണ്. ആനക്കുട്ടന്മാരെല്ലാം കണ്ട് സന്തോഷിച്ച് ഞങ്ങൾ തിരിച്ചതാ ഞങ്ങള് കേറിയ സ്ഥലത്ത് തന്നെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. അടിപൊളിയായിരുന്നു. ഒറ്റ ദിവസം ഞാൻ മസനഗുഡി കാണാൻ പോയിട്ടില്ല, പക്ഷെ ഒരു 1000 ദിവസം കണ്ടൊരു ഫീൽ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ആ മസനഗുഡി ട്രിപ്പ് ഇതോടുകൂടി അവസാനിക്കുകയാണ്. നമ്മൾ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് വണ്ടി എടുത്തു. ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഗൈസ്. എനിക്ക് പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ പോണ വഴി ഒരു സൂര്യകാന്തി പാടമൊക്കെ കണ്ട് അടിപൊളിയായ ഞങ്ങളുടെ ഈ മസനഗുഡി ട്രിപ്പ് ഞങ്ങളങ്ങ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ഡു ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്, ലൈക്ക് എല്ലാം ചെയ്തിട്ടേക്കൂട്ടോ.